എന്താണ് പൗരത്വം? രണ്ടു തരത്തിലുള്ള പൗരത്വം ഏതെല്ലാമാണ്? അവയുടെ സവിശേഷതകൾ എഴുതുക. ഒരു രാജ്യത്തെ പൂർണ്ണവും തുല്യവുമായ അംഗത്വമാണ് പൗരത്വം. സ്വാഭാവിക പൗരത്വം. ഇത് ജന്മന ലഭിക്കുന്ന പൗരത്വമാണ്. ആർജിത പൗരത്വം. ഒരു രാജ്യത്തെ നിലവിലുള്ള നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് ഒരാൾ നേടുന്ന പൗരത്വമാണ് ആർജിത പൗരത്വം. അപ്പോൾ എന്താണ് പൗരത്വം? ഒരു രാജ്യത്തെ പൂർണ്ണവും തുല്യവുമായ അംഗത്വത്തെ അറിയപ്പെടുന്ന പേരാണ് പൗരത്വം. രണ്ട് തരം പൗരത്വങ്ങളുണ്ട്: സ്വാഭാവിക പൗരത്വവും ആർജിത പൗരത്വവും. സ്വാഭാവിക പൗരത്വം ഇത് ജന്മന ലഭിക്കുന്ന പൗരത്വം. ആർജിത പൗരത്വം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തെ നിലവിലുള്ള നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് ഒരാൾ നേടുന്ന പൗരത്വത്തെയാണ് ആർജിത പൗരത്വം എന്ന് പറയുന്നത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന അവസാനത്തെ ജനകീയ സമരം ഏതാണ്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന അവസാനത്തെ ജനകീയ സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ എന്തെല്ലാം? ഒന്നാമത്തേത്, അഴിമതി തടയുന്നതിന് ദേശീയ തലത്തിൽ രൂപം നൽകിയ സ്ഥാപനമാണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ. രണ്ടാമത്തെ പോയിന്റ്, 1964 നിലവിൽ വന്നത്. കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ നിലവിൽ വന്നത് 1964. കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകളുമായി ബന്ധപ്പെട്ട അഴിമതി തടയുന്നതിന് വേണ്ടി രൂപം നൽകിയത്. ഗാന്ധിജി ഇന്ത്യയിൽ ഏറ്റെടുത്ത ആദ്യകാല സമരങ്ങളുടെ ഫലങ്ങൾ എന്തെല്ലാം? ഒന്നാമത്തെ ഫലം, ഗാന്ധിജിയുടെ സമരരീതികളും ആശയങ്ങളും സാധാരണക്കാരായ ജനങ്ങൾക്ക് പരിചയപ്പെടാൻ അവസരം ലഭിച്ചു. രണ്ടാമത്തെ പോയിന്റ്, വിദ്യാസമ്പന്നരായ ആളുകൾക്കിടയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ദേശീയ പ്രസ്ഥാനത്തിലേക്ക് സാധാരണക്കാരായ ജനങ്ങളും ആകർഷിക്കപ്പെട്ടു. മൂന്നാമത്തെ പോയിന്റ്, പട്ടണങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ദേശീയ പ്രസ്ഥാനത്തിന് ഗ്രാമപ്രദേശങ്ങളിലും വേരോട്ടം ഉണ്ടായി. നാലാമത്തെ പോയിന്റ്, എല്ലാ വിഭാഗം ജനങ്ങൾക്കും സ്വീകാര്യനായ ദേശീയ നേതാവായി ഗാന്ധിജി മാറി. അടുത്ത ചോദ്യം, റഷ്യൻ വിപ്ലവത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ വിശകലനം ചെയ്യുക. കൂടാതെ റഷ്യൻ വിപ്ലവത്തിൻ്റെ പ്രധാന ഫലങ്ങൾ എന്തെല്ലാമായിരുന്നു? അപ്പോൾ റഷ്യൻ വിപ്ലവത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ പോയിൻ്റായി പറയാം. ആദ്യത്തേത്, റഷ്യയിലെ സാർ ചക്രവർത്തിമാരുടെ ഏകാധിപത്യ ഭരണം. കാർഷിക വ്യാവസായിക മേഖലകളുടെ കുറഞ്ഞ ഉൽപ്പാദനം. ഭൂരഹിത കർഷകരുടെ നികുതി ഭാരം. നിലവിലുള്ള വ്യവസായങ്ങളെ നിയന്ത്രിച്ചത് വിദേശികളാണ്. അവസാന കാരണം, റഷ്യൻ സാഹിത്യകാരന്മാരുടെ ആശയങ്ങൾ വിപ്ലവത്തിന് ആവേശം പകർന്നു. ഇനി റഷ്യൻ വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ. റഷ്യ ഒന്നാം ലോകമഹായുദ്ധത്തിൽ നിന്ന് പിന്മാറി. ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്തു. പൊതു ഉടമസ്ഥതയ്ക്ക് പ്രാധാന്യം നൽകി. കേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കി. സാമ്പത്തിക ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ പുരോഗതി കൈവരിച്ചു. 1924 പുതിയ ഭരണഘടന നിലവിൽ വന്നു. സോവിയറ്റ് റിപ്പബ്ലിക്കുകൾ കൂടിച്ചേർന്ന് സോവിയറ്റ് യൂണിയൻ രൂപവത്കരിച്ചു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിച്ചു. അടുത്ത ചോദ്യം, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കൊണ്ടുവന്ന ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ പ്രധാന സവിശേഷതകൾ എന്തെല്ലാമായിരുന്നു? നികുതി പിരിച്ചെടുത്തിരുന്നത് സെമീന്ദാർമാരായിരുന്നു. സെമീന്ദാർമാർ ഭൂ ഉടമകളായപ്പോൾ യഥാർത്ഥ കർഷകർ കുടിയാന്മാരായി മാറി. വിളവിൻ്റെ 60% വരെ നികുതിയായി നൽകണമായിരുന്നു. നികുതി നിശ്ചിത തീയതിക്കുള്ളിൽ പണമായി നൽകണമായിരുന്നു. ഇത്രയുമാണ് ഈ പംക്തിയിലെ പ്രധാന ചോദ്യോത്തരങ്ങൾ.